അങ്ങനെ അതിൻ്റെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരികയും അതിനകത്ത് സൂപ്പറിനെ കാണുകയും ചെയ്തു. സൂപ്പറിനെ പരിശോധിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ മിസ്റ്റേക്കാണെന്ന് അറിയാൻ കഴിഞ്ഞു. നാളെ ഇപ്പം വേറെ ഒരാൾക്ക് ഇപ്പം എൻ്റെ അച്ഛന് വന്ന കണക്ക് നാളെ ഒരു വേറെ ഒരാൾക്ക് വന്ന് മരണം ഡെത്ത് വരെ നമ്മൾ ഇതിൽ 10-15 ദിവസം കഴിച്ചായിരുന്നെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാമെന്നാണ് ഡോക്ടർമാർ ഇവിടുത്തെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത്. ഞാൻ ഇവരുടെ പരാതി എന്തായാലും ഞാൻ സ്വീകരിക്കും. കാരണം ഇവർ പറഞ്ഞതിന് എന്താണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണമെന്ന്. പരാതി സ്വീകരിച്ച് ഞാൻ DMOയിലേക്ക് എഴുതാം. അവിടുന്ന് ആൾക്കാർ വന്ന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എൻക്വയറി നടത്തി കണ്ടുപിടിക്കട്ടെ, കറക്റ്റാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നടപടി അന്നേരം സ്വീകരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, മറ്റേ താൽക്കാലിക ജീവനക്കാരാണ്. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മാറി നൽകിയതായി പരാതി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും BJP നേതാവുമായ നന്ദകുമാറിന്റെ പിതാവ് അഗസ്ത്യക്കൂട് ഉദയഭവനിൽ വിജയകുമാറിന് നൽകിയ മരുന്നാണ് മാറി എന്ന പരാതി ഉയർന്നത്. ഹൃദ്രോഗിയായ വിജയകുമാർ ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം അഞ്ചൽ സർക്കാർ ആശുപത്രിയിലെത്തിയാണ് മരുന്നുകൾ വാങ്ങിയിരുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആശുപത്രിയിലെത്തി സ്ഥിരമായി വാങ്ങാറുള്ള മരുന്ന് വാങ്ങി. എന്നാൽ ഹൃദ്രോഗത്തിനുള്ള ഗുളികയ്ക്ക് പകരം സാമ്യമുള്ള ബോട്ടിലിലെത്തിയ തൈറോയിഡിനുള്ള ഗുളികയായിരുന്നു നൽകിയത്. ഇത് വീട്ടിലെത്തി കഴിഞ്ഞ 2 മാസത്തോളം കഴിക്കുകയും ചെയ്തു. എന്നാൽ 2 ആഴ്ച മുമ്പ് വിജയകുമാറിന്റെ ശരീരത്ത് നീര് വരാൻ തുടങ്ങിയതോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധമായ പരിശോധന നടത്തി. പരിശോധനയിലാണ് സ്ഥിരമായി കഴിക്കുന്ന ഗുളികയല്ല ആശുപത്രിയിൽ നിന്നും ലഭിച്ചതെന്ന് മനസ്സിലാകുന്നത്. ഇതോടെ വിജയകുമാറിന്റെ മകൻ നന്ദകുമാർ അഞ്ചൽ സർക്കാർ ആശുപത്രിയിലെത്തി മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുകയായിരുന്നു. എൻ്റെ അച്ഛന് കുറേ ദിവസമായിട്ട് ശരീരത്തിൽ ഭയങ്കര നീര് അനുഭവപ്പെട്ടു. ഇതെന്താണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്താ കാര്യം എന്നറിയുന്നില്ല. അങ്ങനെ ക്രിയാറ്റിൻ നോക്കിയപ്പോഴത്തേക്കും 2.1 നേരത്തെ എന്ന് പറഞ്ഞാൽ 0.8 മാത്രമാണ് ക്രിയാറ്റിനുള്ളത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും പറഞ്ഞങ്ങനെ അന്ന് ഇവിടുന്ന് കൊടുക്കുന്ന ബുക്ക് കൊണ്ടുപോയില്ലായിരുന്നു, മരുന്നും കൊണ്ടുപോയില്ലായിരുന്നു. എന്നാൽ പിറ്റേ ആഴ്ച എല്ലാം പറഞ്ഞു. പിറ്റേ ആഴ്ച വീണ്ടും നീര് കൂടിക്കൊണ്ട് പിറ്റേ ആഴ്ച ബുക്കുമായിട്ട് ചെന്നപ്പോഴത്തേക്കും കഴിക്കുന്ന ഗുളിയെല്ലാം കറക്റ്റാണ്. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന ഗുളിക കറക്റ്റാണ്. പക്ഷേ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗുളിക മാറിക്കൊടുത്ത്. ഈ ഗുളിക നമ്മളന്ന് ഹോസ്പിറ്റലിൽ പോയി ഗുളിക മാറി കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നാൽ കണ്ടിന്യൂ ഈ ഹാർട്ടിന് കഴിക്കേണ്ട ഗുളികയ്ക്ക് പകരം തൈറോയിഡിൻ്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ടിന്നിന് 100 ഗുളിക വെച്ച് 200 ഗുളികയാണ് ഇവർ കൊടുത്തത്. അത് കഴിഞ്ഞ് 150 ഗുളിക കുടിച്ചപ്പോഴത്തേക്ക് ശരീരം മൊത്തം പറഞ്ഞാൽ നമ്മൾ ഇരട്ടി വണ്ണമായി, ശരീരം മൊത്തം നീര്. എന്താണെന്ന് നമുക്ക് സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. അങ്ങനെ നമ്മുടെ വീടിനടുത്തൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ വന്ന് ഈ ഗുളിക പരിശോധിച്ച് നോക്കുകയാണ് തൈറോയിഡിൻ്റെ, ഈ ഹാർട്ടിന് പകരം കഴിക്കുന്ന തൈറോയിഡിൻ്റെ ഗുളിക എന്നറിയാൻ കഴിഞ്ഞത്. എന്നാൽ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധം നടത്തി. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരും മെഡിക്കൽ ഓഫീസറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പരാതി ഗൗരവകരമായി തന്നെ പരിഗണിക്കുമെന്നും DMO ഓഫീസർ അറിയിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ ഏറെ നേരത്തെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് എൻ്റെ അച്ഛനല്ല, നാളെ ഇത് വേറെ ഒരാൾക്ക് വന്നാലേ വേറെ ഇഷ്ടംപോലെ പേര് 10-500-1000 പേര് ഒരു OPയിൽ വരുന്നതാണ് ഇവിടെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ പാവം പിടിച്ച് ബാക്കിയുള്ള മനുഷ്യർക്ക് ഇതുണ്ടാവാം. അതുണ്ടാകാതെ വേണ്ടുന്ന കാര്യങ്ങൾ അത് കണക്ക് നല്ല പഠിച്ച പിള്ളേരെ ഇതിനകത്ത് ലാബിലൊക്കെ നിർത്താനും ബാക്കിയുള്ള കാര്യങ്ങൾ വായിക്കാനൊക്കെ അറിയാവുന്നത്. ഇതെന്തുകൊണ്ട് പറ്റിയതെന്ന് അത് മെഡിക്കൽ ഓഫീസറാണ് ഇത് തെളിയിക്കേണ്ടത്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, നാളെ ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ 3 മാസക്കാലം മുൻപ് ചികിത്സയിലിരുന്ന അഗസ്ത്യക്കോട് സ്വദേശി ശ്രീമാൻ വിജയൻ പിള്ളയ്ക്ക് മരുന്ന് മാറി നൽകിയ സംഭവത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമേറിയൊരു വിഷയമെന്ന നിലയ്ക്കാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു സമരപരിപാടിക്ക് പാർട്ടി മുതിർന്നത്. നമുക്കറിയാം, സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്ഥാപനമാണ് അഞ്ചൽ ഗവൺമെൻറ് ആശുപത്രി. ഇത്തരം സ്ഥാപനങ്ങളിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയും നീതിയുക്തമല്ലാത്ത തീരുമാനങ്ങളുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പ്രധാനമായി കാരണമായിട്ടുള്ളത്. യോഗ്യരായ ആളുകളെ ഫാർമസിസ്റ്റായിട്ട് നിയമിക്കേണ്ട സാഹചര്യത്തിൽ താൽക്കാലിക നിയമനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് മാത്രം നിയമിക്കുന്ന രീതികളാണ് നമ്മുടെ ഈ പരിസരത്തെ ഈ പ്രദേശങ്ങളിലെ അഞ്ചൽ ഹോമിയോ ആശുപത്രിയിലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലടക്കം നടന്നു വരുന്നത്. ഇവിടെ ഉത്തരവാദികളായ ആളുകളെ
ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കാൻ ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികളോടാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകളാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഉമേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ നേതാക്കളായ എസ് ശ്രീജ, ജി കൃഷ്ണകുമാർ, എസ് എൽ അഖിൽ, ബി ഗോപകുമാർ, മനുമോഹൻ, പി എസ് ജയന്തി, വി എസ് മായ, വിനീത കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. നാട്ടുവാർത്ത അഞ്ചൽ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമ മക്കളെ. പെർമിറ്റും പേപ്പറുകളും ഓടി നടന്ന് ശരിയാക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് വയ്യ. പണി നടക്കുന്നിടത്തെന്നും പോയി നിൽക്കാനും കഴിയില്ല. നിങ്ങളുടെ ഓരോ ആശങ്കകളും ഞങ്ങളുടേത് കൂടിയാണ്. SR ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, മറ്റു പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഓട്ടങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്വപ്നവീട് ഉയരുന്നത് 24 മണിക്കൂറും സ്വന്തം ഫോണിലൂടെ ലൈവായി കാണാം. നിങ്ങൾ ഓടേണ്ട, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സഫലമാക്കാം. SR ബിൽഡേഴ്സ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ്. ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ സ്വപ്ന വീട് വിശ്വാസത്തോടെ നിർമ്മിക്കാം.